ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻറ്റ് അറിയിക്കുകയും കൂട്ടുകാരോട് ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. വീഡിയോ കണ്ടു പോകുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോഴല്ലേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണല്ലോ കിടക്കണത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ നല്ല കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഓരോന്നും എടുത്ത് വയ്ക്കുന്ന സ്ഥലത്ത് അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലത്തേക്ക് എന്ന് പറഞ്ഞാൽ ചായക്ക് കടിയെന്ന് പറയുന്നത് ദോശ, മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയാണ് ഉണ്ടാക്കണത്. പിന്നെ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് തേങ്ങ എടുത്തൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചോറിലേക്ക് മമ്പയർ ഇങ്ങനെ നമ്മൾ കറിയല്ല എന്നാൽ ഉപ്പേരി അല്ലാത്ത രീതിയിലൊരു കുറുന്നനെ വരട്ടിയെടുക്കുമല്ലോ, അതുപോലെ മമ്പയർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മമ്പയർ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് ഇനി കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഓരോ സമയത്ത് ഓരോ രീതിയിലായിരിക്കുമല്ലോ അല്ലേ നമ്മൾ വെക്കണത്, ഒരേപോലെ വെച്ചാലും ഇഷ്ടാവില്ല. അപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ട് പല രീതിയിലും വെക്കുമല്ലോ. വെറുതെ മമ്പയർ ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിനെല്ലാം ഇട്ട് വെറുതെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ഉപ്പേരി ആക്കി എടുക്കും. അതല്ലാതെ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ ഒരു വരട്ടിയ പോലെയൊക്കെ ആക്കി എടുക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് എന്താ പറയുക, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, നുള്ളു മല്ലിപ്പൊടി, ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരൊറ്റ വിസിലടുപ്പിച്ചാൽ മതി, കാരണം രാത്രി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണല്ലോ. പിന്നെ നമ്മൾ ചെറിയുള്ളി കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കും അങ്ങനെ. അപ്പോൾ അത് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുക്കറിലാക്കിയിട്ട്. പിന്നെ ഇന്നിപ്പോൾ വെള്ളം തിളപ്പിച്ചത് തീർന്നിട്ടുണ്ട്, അപ്പോൾ വെള്ളം തിളപ്പിക്കണം. പിന്നെ ഞാൻ എന്താ പറയുക, 2 മുട്ട ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അപ്പോൾ അതെടുത്തിട്ട് മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് ദോശയ്ക്ക് വേണമെങ്കിൽ ദോശയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ചോറിന് തിന്നണമെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ കുറച്ച് സോയാബീനും വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കറിയായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കറിയൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കിച്ചുമോക്കും ഞാനൊക്കെ മുട്ട റോസ്റ്റ് തിന്നെ ഇഷ്ടമാണ്, തത്തയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ സോയാബീൻ ഉണ്ട് തത്തയ്ക്ക്, പിന്നെ എന്താ പറയുക മമ്പയറും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു യുദ്ധമായിരിക്കും അല്ലേ, സ്കൂളിൽ പോണതും അതുപോലെ ജോലിക്ക് പോണവരാണെങ്കിൽ ഒക്കെ. മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോ ധൃതി പിടിച്ച പരിപാടികളാണ് കേട്ടോ. ഒന്ന് അടുപ്പത്ത് വെക്കണു, അടുത്ത് നമ്മൾ വേറൊന്ന് റെഡിയാക്കണു. അപ്പോൾ ഞാൻ മുട്ടയും തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളിയും അതിലേക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചെറിയ വയ്ക്കണം, ചട്നിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കിയില്ല, അപ്പോൾ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ തകൃതിയായിട്ട് ഓരോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചു, അതിലേക്ക് ചെറിയൊരു ഇഞ്ചീൻ്റെ കഷ്ണം ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഫ്രിഡ്ജിലിരുന്നിട്ട് നല്ല തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ചൂടാവാൻ, അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തേങ്ങേൻ്റെ മീതെ കൂടെ ഒഴിച്ചു കേട്ടോ. കാരണം നല്ലോണം തണുത്തിരിക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചാൽ അതങ്ങോട്ട് ആ തണുപ്പ് കൊണ്ട് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ.
പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു എന്നാണ് പറഞ്ഞത്. ഈ വെള്ളം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കരിങ്ങാലിയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ഇറക്കി വെക്കട്ടെ കേട്ടോ. ഇനി ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ചട്നിക്കുള്ള കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മമ്പയർ വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രണ്ടിലേക്കൊന്ന് വറവിട്ടൊഴിക്കണം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ആദ്യം തന്നെ എന്താ പറയുക, മമ്പയറിക്കും ഇതിക്കും കൂടെ ഒരുമിച്ചുകൊണ്ട് വറവിട്ടെടുക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ അത് കഴിഞ്ഞാൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ സോയാബീൻ ഒന്ന് വറുത്തെടുക്കണം. ഈ 2 പണികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇത് ഓരോന്നും ഇങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ വറവിടാനുള്ളതും അല്ലെങ്കിൽ അരയ്ക്കാനുള്ളതൊക്കെയാണ് അതൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ചീനച്ചട്ടിക്ക് വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും മമ്പയറിലേക്കാണ് ചെറുള്ളി ആവശ്യം, ചട്നിക്കാണ് ചെറുള്ളീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ആ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ്ട് മൂപ്പിച്ചെടുക്കണം. എന്നാൽ പിന്നെ ആദ്യം നിന്ന് കുറച്ചെടുത്തിട്ട് ചട്നീൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ അതുകൊണ്ടായി. പിന്നെ മമ്പയറിക്കുള്ളതും അങ്ങനെ ചേർക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. പിന്നെ മമ്പയർ ഒന്നും കൂടെ ഒന്ന് വറ്റി വരാനായിട്ട് കുറച്ച് വെള്ളം കറി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നൊന്ന് നമ്മൾ വരട്ടിയെടുക്കുകയാണല്ലോ. അപ്പോൾ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറ്റി വരട്ടെ അതിൻ്റെ കറിയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്നാണ്ട് കുതിർന്ന് വരുമല്ലോ. ചോറിന് വെള്ളം വെച്ചെന്ന് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ദോശമാവ് നല്ലോണം കുറച്ച് പൊങ്ങിയിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചു. പിന്നെ അതിൽ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദോശയൊക്കെ മക്കൾ എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നമുക്ക് പോകാനാകുമ്പോഴത്തേക്കും നേരം വൈകും. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് റോഡിൽ അങ്ങോട്ട് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ കുളിക്കാൻ വേണ്ടി നിൽക്കാൻ. ഓരോന്നോരോന്ന് അങ്ങനെ ആവണത്. പാത്രം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എളുപ്പം പെട്ടെന്ന് തീരുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ പാത്രം സിങ്കിൽ വയ്ക്കണതൊക്കെ ഞാൻ കഴുകണുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ എടുക്കണില്ല വീഡിയോസൊന്നും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഒന്നിച്ചുകൊണ്ട് പാത്രം കഴുകും. ഇതിപ്പോൾ അതല്ലാത്തതുകൊണ്ട് ഞാൻ ആവണ പാത്രങ്ങൾ കഴുകാനാവണ 1-2 പാത്രങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ മമ്പയർ ചട്ടിയെന്നൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കണം. അതൊക്കെ തീരുമ്പോഴത്തേക്കും നമ്മളെ സോയാബീൻ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് കുതിർന്ന് വരുമല്ലോ. പിന്നെ അത് വറുത്തെടുക്കണം. സോയാബീൻ ഞാൻ വറക്കാൻ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഓവറായിട്ട് മസാലപ്പൊടികളിട്ടാലും ഒരു ടേസ്റ്റ് കുറവാകുമല്ലോ അല്ലേ. എല്ലാം കുറേശ്ശിട്ടിട്ടൊന്ന് തേച്ച് വയ്ക്കും. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കും. എന്നാൽ നമ്മളെ മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചത് ഞാൻ പിന്നെ വെന്ത് വന്നപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ആ പച്ചവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെക്കട്ടെ. 2 ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 മുട്ട മാത്രമേ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ അതാ നമ്മൾ
മുട്ട റോസ്റ്റിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് തിളച്ചപ്പോൾ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. പിന്നെ ആവണ പാത്രങ്ങൾ ഇങ്ങനെ കഴുകുന്നുണ്ട് കേട്ടോ. നേരത്തെ അങ്ങനെ ഇടണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയും പോവാതിരിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാം ഒന്നിച്ചാണ്ട് കഴുകാമെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ കുറേശ്ശെ അങ്ങനെ എന്താ പറയുക, ഉണ്ടാക്കുന്ന പാത്രങ്ങൾ അങ്ങനെ ഒഴിച്ച് അങ്ങനെ കഴുകി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റിക്കുള്ള ഉള്ളി ഇതൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല എന്താ പറയുക, വരട്ടി നല്ല ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ടയൊക്കെ ഇട്ടു. ഇനി ഒന്ന് മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ചൂടായിട്ട് അതും അങ്ങോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഞാൻ സോയാബീൻ ചൂടുവെള്ളത്തിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ട് പുതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിൻ്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ദോശ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ദോശമാവേ പിന്നെ കൂട്ടി വെച്ചിട്ട് ആകെ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അതൊക്കെ ആകെ പണിയായി. പിന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. തവി വെച്ച് ഇളക്കിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് താന്നു നിന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കട്ടെ.
അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്യാസും ഇനി ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുള്ള ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ചോറും കൂടെയാണെന്ന് ഊറ്റി വയ്ക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഞാൻ ആ കലവും കൂടി ഒന്ന് കഴുകി വയ്ക്കണം. അപ്പം നമ്മുടെ കിച്ചണിലെ പരിപാടികളെല്ലാം രാവിലത്തെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, അടുക്കളയിൽ നിന്ന് അടിച്ച് വാരിടണം, മുറ്റത്തേക്ക് ഇറങ്ങണം, മുറ്റടിച്ച് വാരണം, പിന്നെ കുളിക്കാൻ വേണ്ടി കയറണം. ഇതാണ് പിന്നെയുള്ള പരിപാടി കേട്ടോ. പിന്നെ ഹാള് റൂമുകളൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് കുട്ടികളെ പഠനവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തിടുന്നതാണ് കേട്ടോ. അടിച്ച് വാരിയിടും. പിന്നെ വല്ലാതെ ഒന്നും അവിടെ പൊടി അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ പിന്നെ അടുക്കളയിലെ പരിപാടികൾ കഴിയുമ്പോൾ അടുക്കള മാത്രമേ അടിച്ച് വാരാനുണ്ടാവുള്ളൂ. ചായയൊക്കെ ഞാൻ തുറന്ന് വെച്ചതാണ് കേട്ടോ. നല്ല ചൂട്, അപ്പോൾ ചൂടൊന്ന് പോവട്ടെ വിചാരിച്ച് തുറന്ന് വെച്ചതാണ്. അപ്പോൾ ദോശയൊക്കെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാസറോളിൽ ഇട്ട് വെച്ചാൽ പിന്നെ ചൂടുണ്ടാവുമല്ലോ. പിന്നെ അതാ ചട്നി ആയിട്ടുണ്ട്. ഇതാണ് മമ്പയർ വരട്ടിയത് കേട്ടോ. പിന്നെ മുട്ട റോസ്റ്റ്, പിന്നെ സോയാബീൻ വറുത്തത്. ഇത് ഇന്നലത്തെ മീൻ വറുത്തതിൻ്റെ രണ്ട് കഷ്ണം ബാക്കിയുള്ളതാണ് കേട്ടോ. അത് ഞാൻ ചൂടാക്കി വെച്ചു. പിന്നെ ഒരു കപ്പിൽ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും കഞ്ഞിവെള്ളം എന്തെങ്കിലും വേണമെങ്കിലും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്കുള്ള പരിപാടികൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ രാവിലത്തെ അടുക്കളയിലെ പിന്നെ കറികളും വിഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. അടുക്കള ഒന്ന് അടിച്ച് വാരിടലും പിന്നെ മുറ്റടിച്ച് വാരലും കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ചോറ് പാത്രത്തിലാക്കണം. അപ്പോൾ കിച്ചുമോളെ പാത്രം എവിടെ വെച്ചത് നോക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുക, എന്നാലും ഒരുപാട് സമയം തിരയും ഞാൻ. എൻ്റെ മുന്നിൽ തന്നെ ചിലപ്പോൾ പാത്രം ഉണ്ടാവും. എന്നും കഴുകി വയ്ക്കുന്നിടത്ത് തന്നെയാണ് കഴുകി വെച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ അങ്ങനെ എവിടെയെന്നുള്ളൊരു അന്തം വിട്ട് അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോളോട് ചോദിക്കുന്നു, കിച്ചുട്ടിയെ പാത്രം എന്താ ചെയ്തത്, ഇന്നലെ വേഗം എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പാത്രം എന്നും അവർ സ്കൂളിൽ വന്നാൽ വേഗം പിന്നെ ബാഗ് തുറന്ന് സിങ്കിലേക്ക് പാത്രം വെച്ചിട്ട് അങ്ങനെ ഡാത്തിങ്ങനെ കയറി പോവുക ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കിട്ടി കേട്ടോ. പാത്രം കഴുകി കമത്തി വെച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. ഇനിയിപ്പോൾ കിച്ചുമോൾക്ക് ചോറ് പാത്രത്തിലാക്കണം, ഞാനെനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പാത്രത്തിലാക്കണം. തത്തയ്ക്ക് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പിന്നെ വെള്ളം, കിച്ചുവിനുള്ള വെള്ളം ആക്കണം. പിന്നെ ഞങ്ങൾക്ക് അവിടെ പിന്നെ വെള്ളം ഉണ്ട്, ബോട്ടിൽ കൊണ്ടുപോയാൽ മതി. വെള്ളം ഇങ്ങനെ തീരുന്ന സമയത്ത് അതിൽ നിറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കട്ടെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി തന്നെയുണ്ട് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ് അത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടം തന്നെയായിരിക്കും അല്ലേ. രാവിലത്തെ നമ്മൾ അടുക്കളയിൽ നമ്മൾ ഒരു ധൃതി പിടിച്ച പണിയാണെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ട് തന്നെയാവും ചെയ്യുക അല്ലേ. ഇഷ്ടത്തോടു കൂടി തന്നെയാവും ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ മക്കൾക്ക് ചോറ് പാത്രത്തിലാക്കി കൊടുക്കുക, അവരെ പറഞ്ഞു വിടുക. അമ്മമാർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും, വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് അവർ എൻജോയ് ചെയ്യണത്, ഒരു ഹാപ്പി ആയിട്ട് ചെയ്യണ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ. വീട് നന്നായി പരിപാലിക്കുക, അത് വീട്ടിലെ എന്താ പറയുക കുക്കിങ്ങും കാര്യങ്ങളും അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക. സ്കൂൾ വിട്ട് വരാനാകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക. ഞാനും അതേപോലെയുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിനൊന്നും എന്താ പറയുക പതുക്കെ ചെയ്യാനുള്ളൊരു സമയമല്ലല്ലോ. അപ്പോൾ ധൃതി പിടിച്ച് ഓരോന്നും ചെയ്യാണല്ലോ. അപ്പോൾ കിച്ചുമോൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. ഇവർ ചോറ് പാത്രത്തിലാക്കുമ്പോൾ രണ്ടാളും അങ്ങനെ തന്നെ കേട്ടോ. അതുവരെ അടുക്കളയ്ക്ക് വരാത്ത മക്കൾ ആ സമയമാകുമ്പോൾ ഓടി വരും. അപ്പോൾ ചോറ് കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ടമ്മ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരികയാണ് അതേ. അപ്പോൾ കുറച്ച് ചോറ് ആക്കിയിട്ട് ഞാൻ ചോദിക്കും എന്തിനാ പിന്നെ അത് ചോറ് കൊണ്ടുപോകണേന്ന് ചോദിക്കും ഞാൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് തന്നെ ഒരുപാട് കറികളാക്കണതും ഇഷ്ടമല്ല. ഒന്ന് രണ്ട് ഞാൻ വിചാരിക്കും ഉണ്ടാക്കണതല്ല അതിൻ്റെ കുറേശ്ശെ ഒരു ഭാഗം വെക്കട്ടെ വിചാരിക്കുമ്പോൾ ഇവർക്ക് അത്ര അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഒന്ന് മതിയമ്മ, ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയും. പക്ഷേ നമ്മൾ വീട്ടിൽ രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ആ പാത്രത്തിലേക്ക് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോൾക്ക് മമ്പയർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അതേപോലെ തന്നെ സോയാബീനും അതും ഇഷ്ടമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ മമ്പയറും വെച്ചിട്ടുണ്ട്, സോയാബീനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. കൂടാതെ ചാനൽ ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയാണെന്ന് ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്, പിന്നെ ചായ കുടിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഒറ്റ ദോശ